എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വെണ്ടക്ക വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. വെണ്ടക്ക പുളിയാണ്, തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കറിയിലേക്ക് പുളി ഇടണം. ഇത് വാളംപുളിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്കായൻ്റെ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് അലിഞ്ഞോളും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊരു തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 1/4 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇടാം. വെളുത്തുള്ളി ചതച്ചതിടാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിന് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി ഇടാം. ഞാൻ ഇവിടെ വലിയ ഉള്ളി ഒരു ചെറിയതാണ് എടുത്ത് വയ്ക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളക് നടുവേ കീറിയതിട്ട് കൊടുക്കാം. നമ്മളിനി മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിൽ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവർ മറ്റേ സാധാ മുളക് പൊടിയും കൂടി ഇടാം. ഇതിപ്പോൾ നമുക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനാണെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല 2 പഴുത്ത തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വെണ്ടയ്ക്കയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ഇതാ വെണ്ടയ്ക്കയും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കുതിർക്കാനിട്ട പുളി
പിഴിഞ്ഞൊഴിച്ചതാണ്. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് പുളി നോക്കിയിട്ട് ബാക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും നോക്കിയിട്ട് എല്ലാം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ഇടണമായിരുന്നുണ്ട്, ഞാൻ മറന്നുപോയേ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടാലും മതി. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ വെണ്ടക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.